പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ, ബാക്കിയുള്ള പ്രതികൾക്ക് ഈ രീതിയിൽ ശിക്ഷ, ഇതൊക്കെ ഇങ്ങനൊരു രീതിയിലേക്ക് കോടതി തീരുമാനമെടുക്കാൻ എന്തായിരിക്കും കാരണം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൾസർ സുനി എന്ന് പറഞ്ഞാൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥിരം കുറ്റവാളിയാണ്. സ്ഥിരം കുറ്റവാളിയായി സിനിമാ രംഗത്ത് ഈ കാറിൻ്റെയൊക്കെ ഒരു കരാറുകാരനൊക്കെ ആയിട്ട് വന്നുപെട്ട ഒരാളാണ് ഈ പൾസർ സുനി. അത് കഴിഞ്ഞ് കുറേ നടിമാരുടെയൊക്കെ ഡ്രൈവറൊക്കെ ആയിരുന്നു. മുകേഷിൻ്റെയും ഡ്രൈവറായിരുന്നു. ഇങ്ങനെ ഈ സിനിമാ ലോകത്തൊരു ഡ്രൈവറായി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു ക്രിമിനൽ. അതായത് ഈ ഡ്രൈവറൊക്കെ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട്. ആൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയും പശ്ചാത്തലമുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിൽ കോലഞ്ചേരി, പെരുമ്പാവൂർ, കോട്ടയം ഇവിടെയൊക്കെ ശിക്ഷയ്ക്കും വിധേയനായിട്ടുള്ള ആളാണ് അയാൾ. എന്ന് പറഞ്ഞാൽ മുമ്പേ പ്രതിയാണ്, ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കോടതികൾക്ക് മുമ്പിൽ കുറ്റവാളിയായിട്ട് നിന്നിട്ടുണ്ട്, ജയിലുകളിലൊക്കെ പോയിട്ടുണ്ട്. അയാൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അതുകൊണ്ടാണ് അയാൾക്ക് പരമാവധി ശിക്ഷ എന്നുള്ള അവസ്ഥയിലെത്തിയത്. വാദവും അങ്ങനെയൊക്കെ വന്നത്. പിന്നെ കോടതിയിൽ ഈ എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ വാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞപ്പോൾ കോടതി തന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, മുമ്പ് ഈ ബലാത്സംഗ കേസുകൾ, ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പെനട്രേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു 2013 വരെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ലാതെ ശരീരത്തിൽ തൊട്ടു, അവിടെ തട്ടി, സ്പർശിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ആവില്ലായിരുന്നു 2013 വരെ. ആ സമയത്താണ് ആ നിർഭയ കേസ് ഡൽഹിയിൽ ഉണ്ടാവുന്നത്. മറ്റേ ബസ്സിൽ വെച്ച് വടിവാളും എല്ലാം കൂടി സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ. അപ്പം അങ്ങനെ നിർഭയയുടെ കേസ് വന്നതോടുകൂടി ബലാത്സംഗത്തിൻ്റെ നിർവചനം മാറി. അപ്പോൾ അല്ലാത്ത കാര്യങ്ങളുമൊക്കെ അതിൽ വരും എന്നുള്ള സംഭവം ഇതിൻ്റെ അകത്ത് വന്നു. അത് ഓർക്കണം, ഈ വാദിക്കുന്ന ആളുകളിൽ നിന്ന് കോടതി തന്നെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇയാളുടെ കേസിൽ ഇയാൾക്ക് മുൻകാല കേസുകളുണ്ട് എന്നുള്ള കാര്യമൊക്കെ പ്രോസിക്യൂഷനും കോടതിയെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. അയാൾ ഹാബിച്വൽ ഒഫൻഡറാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വടിവാൾ സലീം എന്ന് പറഞ്ഞിട്ടൊരു പ്രതി ഉണ്ടല്ലോ. വടിവാൾ സലീമൻ ഇത് ഇടയ്ക്ക് വാദത്തിൻ്റെ ഇടയ്ക്ക് ബോധം കെട്ട് വീണ ഒരാളാണ്. ഇയാളാണ് അന്ന് ഈ പീഡനം ഉണ്ടായ സമയത്ത് അതിജീവിതം എടുത്ത് സോറി മാഡം എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അതെ, ഇറങ്ങി പോകുമ്പോൾ സോറി മാഡം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരാളുമാണ് ഈ സലീം എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണല്ലോ. മാർട്ടിൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. മാർട്ടിൻ ഇതിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് തുറന്നു പറയും എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ദിലീപിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല, ഇത് പൾസർ സുനിയാണ് ഇത് മുഴുവൻ ചെയ്തത് എന്നും മാർട്ടിൻ പറയുന്നൊരു വീഡിയോ മാർട്ടിൻ നേരത്തെ തന്നെ ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ സുനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സുനി കുട്ടൻ എന്ന് സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന ആളാണ് ഈ പൾസർ സുനി. അപ്പോൾ ഇയാൾക്ക് ലഹരി, മോഷണം, കള്ളപ്പണം ഇതൊക്കെ കൈകാര്യം ചെയ്ത് ശീലമുള്ള ആളാണ് ഇയാൾ. സ്വന്തം നാട്ടിൽ പെരുമ്പാവൂരുകാരനാണ് ഇയാൾ. സ്വന്തം നാട്ടിൽ ഇയാൾ അധിക കാലം നിന്നിട്ടൊന്നുമില്ല. കാരണം കൂടുതൽ സമയം മറ്റേ ജയിലിലുമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം നാട്ടിൽ അധികം അറിയപ്പെടുന്ന ആളുമല്ല. പൾസർ ബൈക്കുകളോട് ഇയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇയാൾക്ക് പൾസർ എന്നുള്ള പേര് വരുന്നത്. നാട്ടിൽ ആദ്യം പൾസർ ബൈക്ക് മേടിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ആണ് ആ പേര് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 20 വയസ്സിന് മുമ്പ് തന്നെ അയാൾ ഈ കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ വൈറ്റിലയിൽ ടാക്സി ഡ്രൈവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ടാക്കി. ആ ക്ലബ്ബ് വെച്ചിട്ടാണ് ഇയാൾ സിനിമാ മേഖലയിൽ ബന്ധങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖ ആളുകൾക്ക് ടാക്സി ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ള പണിയാണ് ഈ ടാക്സി ഡ്രൈവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ സ്ഥാപനം. അല്ലാതെ കുറേ ഡ്രൈവർമാരെ വെച്ചിട്ടൊരു ക്ലബ്ബ് എന്നുള്ളതല്ല. ടാക്സി ഏർപ്പെടുത്തി കൊടുക്കുക, കാശുണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നായകന്മാരുടെയൊക്കെ ഡ്രൈവർ ആയിരുന്ന ശേഷമാണ് ഇയാൾ മുകേഷിൻ്റെ ഡ്രൈവറായിട്ട് ചെല്ലുന്നത്.
2013 ഇങ്ങനത്തെ പശ്ചാത്തലമൊക്കെ ഉള്ളത് ഒക്കെ അറിഞ്ഞിട്ട് തന്നെ മുകേഷ് ഇയാളെ 2013 ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഇയാൾ 2013 ഈ മുകേഷ് ഒഴിവാക്കിയ ശേഷം ഇയാൾ ദുബായിലേക്ക് കടന്നു. ദുബായിലേക്ക് കടക്കുമ്പോൾ ഈ പാസ്പോർട്ടിലെ പേര് ഇയാളുടെ സുനിൽ സുരേന്ദ്രൻ എന്നാണ് ഇയാളുടെ പേര്. ദുബായിൽ ഇയാൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് ഈ അനാശാസ്യ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരനായിരുന്നു എന്നർത്ഥം. അതിൻ്റെ ഏജൻറ്റ് ആയിട്ടാണ് ഇയാൾ നിലനിന്ന് കൊണ്ടിരുന്നത്. പിന്നെ തിരിച്ചു വന്ന് ഇയാൾ വീണ്ടും ഈ സിനിമാ ഫീൽഡിലുമൊക്കെ ഡ്രൈവറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇയാൾ. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഈ ഒരു ക്രിമിനൽ ആയതുകൊണ്ട്, ക്രിമിനൽ മനസ്സുള്ള ആളായതുകൊണ്ട് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ദിലീപിനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതി. എന്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് നമ്മൾ പല കേസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഉദാഹരണത്തിന് ഈ ചാരക്കേസിൽ ശശികുമാരനെ പിടിക്കുമ്പോൾ ഇയാൾ പോലീസിനോട് ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ പിടിയിലാവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ശ്രീവാസ്തവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയാണ്. പോലീസിലൊരു പ്രധാനപ്പെട്ട ആൾ ഇതിൻ്റെ അകത്ത് പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിട്ട് പോകാനാണ് സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ ദിലീപിനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ ഊരാനുള്ള കാര്യം ദിലീപാണല്ലോ ചെയ്യുക. ദിലീപിന് സ്വാധീനമുണ്ട്, പണം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു വാദഗതികളാണ് ഇതിൻ്റെ അകത്ത് വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ജൂൺ 28 ദിലീപിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജൂലൈ 10 അറസ്റ്റ് ചെയ്യുന്നത്. സുനിൽ, ഈ പൾസർ സുനി 10 ജാമ്യ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോടതിയിൽ ജയിലിൽ കിടന്നിട്ട് ഈ ഇതൊക്കെ ശീലമായിട്ടുണ്ടല്ലോ. ഇയാൾ ഇങ്ങനെ നിരന്തരം ജാമ്യ ഹർജികൾ സമർപ്പിച്ചിട്ട് ഇയാൾക്ക് 25,000 രൂപ പിഴയും ചുമത്തി കോടതി. പറഞ്ഞാൽ മനസ്സിലാവില്ലേ അല്ലേ? ജാമ്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. പിന്നെ ഇതുപോലെ ജാമ്യ ഹർജി നിരന്തരം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ആ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ആളാണ്. ഡൽഹിയിൽ മറ്റേ കലാപ കേസിലൊക്കെ പ്രതിയായ ജയന്യു മറ്റേ. അപ്പോൾ തുടർച്ചയായി ജാമ്യ ഹർജി കൊടുക്കുന്നത് കൊണ്ട് പിഴ. അപ്പോൾ കോടതിയിൽ നിന്ന് ആണ് ഇയാളെ പിടിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് ആ അഡ്വക്കേറ്റ് എസ് അനിൽകുമാർ ആ കാര്യങ്ങൾ വാദിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം കോടതിയിൽ കീഴടങ്ങാൻ വരികയാണ്, അയാൾ കീഴടങ്ങി കോളും. അപ്പോൾ എന്തോ ഒരു താല്പര്യം കൊണ്ടാണ് പോലീസ് വേറെ എവിടുന്നോ കിട്ടിയ നിർദ്ദേശത്തിന്റെ പേരിലാണ് ചാടി വീണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം സുനിലിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് സുനിലിനെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കാനുള്ളത് കൊണ്ട് പോലീസ് അങ്ങനെ പിടിക്കുന്നു എന്ന് പറഞ്ഞ വ്യാഖ്യാനമൊക്കെ അതിന് കിട്ടി. ഈ ബാക്കിയുള്ളത് സുനിലിന് പരിചയമുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് കേസിൽ വന്നത്. ഈ വടിവാൾ സുനില്, സലീം, അതുപോലെ പ്രദീപ് തുടങ്ങിയ ആളുകളൊക്കെ. 2017 ഫെബ്രുവരി 23 ഈ സുനിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അയാൾക്ക് 2024 സുപ്രീം കോടതിയാണ് ജാമ്യമൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ബാക്കി പ്രതികൾ, പൾസർ സുനി ഒഴികെയുള്ള പ്രതികളൊക്കെ ഈ ഇതിൻ്റെ അകത്തുള്ള സുനിലിൻ്റെ ഈ കൊട്ടേഷൻ പണികളൊക്കെ ചെയ്യുന്നൊരു ഗാങ് എന്നുള്ള നിലയ്ക്ക് വരുന്നതാണ്. കാരണം മറ്റേ കൊട്ടേഷൻ ഇല്ലാതായിപ്പോയല്ലോ ദിലീപ് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന ആൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ. അയാൾ നയിക്കുന്ന ഒരു ഗുണ്ടാ കൂട്ടമാണ് അയാളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇതിൻ്റെ അകത്ത് പരമാവധി ശിക്ഷ അത് സ്വാഭാവികമാണ്. അയാൾക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പം മാർട്ടിന്, വിജേഷ്, മണികണ്ഠൻ, അതുപോലെ തന്നെ ഈ വടിവാൾ സലീം, ഇവരെല്ലാം തന്നെ കോടതിയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. ചിലർ മക്കളുണ്ട്, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നിരപരാധി എല്ലാം പറഞ്ഞു. പക്ഷേ ഈ പൾസർ സുനി പറയുന്നത് എൻ്റെ വീട്ടിൽ പ്രായമായ അമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള സ്വഭാവമാണ്. കാരണം അയാൾക്ക് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നോ എന്നെ ശിക്ഷ കുറഞ്ഞു തരണമെന്നോ ഒന്നും പറയുന്നില്ലല്ലോ. അല്ല, ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് പ്രതികൾ കോടതിയുടെ മുന്നിൽ പറയുന്ന അവരുടെ അഭ്യർത്ഥനകളാണ്, അപേക്ഷകളാണ്. എന്നെ ഏറ്റവും കുറവ് ശിക്ഷയ്ക്ക് വിധിക്കൂ, കുറ്റം ചെയ്തില്ലെന്ന് അവർ പറയുന്നില്ല.
പകരം ഏറ്റവും പരമാവധി കുറഞ്ഞ ശിക്ഷയാണ് ഞങ്ങൾക്ക് നൽകേണ്ടത്. ഇപ്പോൾ സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീയുടെ അനുവാദമില്ലാതെ കൈവെക്കുക എന്ന് പറയുന്നത് വളരെ കർശനമായിട്ടുള്ള ഒരു ക്രിമിനൽ ക്യാരക്ടറായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ കുറ്റമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകണം ഇത്തരത്തിലുള്ള വിധിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റേത് സ്വാഭാവികം, അവർ സാധാരണ എല്ലാ പ്രതികളും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളെ ഒഴിവാക്കും, അമ്മ അല്ലെങ്കിൽ കുട്ടികൾ, പ്രായമാകാത്ത കുട്ടികൾ 2 വയസ്സ് 9 വയസ്സ് എന്നൊക്കെ പറഞ്ഞ വാദങ്ങൾ ഇതിനകത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. അത് സാധാരണ എപ്പോഴും ഇത്തരം കേസുകളിൽ വരുന്ന വാദങ്ങൾ മാത്രമായിട്ട് കാണേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും വർഷം ജയിലിൽ കിടന്നിട്ട് ഒരു ഹബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതുകൊണ്ടായിരിക്കും അയാൾക്കൊരു കുറ്റബോധവും ഇല്ലാത്തത്, അല്ലേ? ശിക്ഷിക്കപ്പെട്ടോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയും വന്നതുകൊണ്ടായിരിക്കാം അയാൾക്കൊരു ഭാവഭേദമില്ലായിരുന്നു എന്നാണ് പറയപ്പെട്ടത്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കുറ്റം, ശിക്ഷ, ജയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഈ ധാരാളം ഈ കൊടിസുനി, കിർമാണി മനോജൻ, ഹാബിച്വൽ ഒഫൻഡേഴ്സ് എല്ലാം അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണ്. അവര് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും, ജയിലിൽ പോവും, ഇത് കഴിയുമ്പോൾ വരും, അടുത്ത കുറ്റം ചെയ്യും. കാരണം ഇതാണ് ഇവരുടെ ഉപജീവനം എന്ന് പറയുന്നത് തന്നെ. അവർ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിട്ടാണ്. അയാൾക്ക് മര്യാദക്ക് വേണമെങ്കിൽ ഡ്രൈവറായിട്ട് ജീവിക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഇല്ലേ, അതെ, അയാളുടെ ജീവിതം ഇല്ലേ എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളത്. അയാൾക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ അയാൾക്ക് കിട്ടുന്നു, അതുകൊണ്ട് അയാൾ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ഇയാൾക്കും സൂപ്പർ, അതെ, ഒരു സാധ്യത നല്ല രീതിയിൽ അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷെ ഇയാൾ ഹാബിച്വൽ ഒഫൻഡർ ആയതുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ കിട്ടിയാലും ആ സൂപ്പർ സ്റ്റാറിനെ എങ്ങനെ കേസുകളിൽ പെടുത്താം, എങ്ങനെ കുടുക്കാം, ഇല്ലേ? അതെ, കൂടെ നടക്കുന്ന തനിക്ക് അന്നം തരുന്ന ആളെയും എങ്ങനെ കുടുക്കാം എന്നാണ് ഒരു ഹാബിച്വൽ ഒഫൻഡർ ചിന്തിച്ചു കൂട്ടുന്നത്. അങ്ങനെ പല ആളുകളും കുടുങ്ങുന്നു എന്ന് തോന്നുമ്പോഴാണല്ലോ ഇയാളെ വിട്ടുകളയുന്നത്. അങ്ങനെ നടിമാർക്ക് തന്നെ പല ദുരനുഭവം ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അനുഭവങ്ങൾ പ്രോസിക്യൂഷൻ ഇതിൻ്റെ അകത്ത് ധാരാളമായി കൊണ്ടുവന്നില്ല. കാരണം ദിലീപിനെ ഈ കൊട്ടേഷൻ കേസിൽ പെടുത്തണമല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇല്ലാതെ പോയത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.